വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിച്ചുകൊണ്ടുള്ള ആശയവിനിമയത്തിന് താൽക്കാലിക വിലക്ക്. ഫോൺ നമ്പറുകൾ പങ്കിടാതെ തന്നെ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന പുതിയ യൂസർ നെയിം ഫീച്ചർ അവതരിപ്പിക്കാനുള്ള നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പുതിയ ഫീച്ചർ വരുന്നതോടെ ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിച്ചേക്കുമെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ പരിശോധനകൾക്ക് തയ്യാറെടുക്കുന്നത്. ഓരോ ഉപയോക്താവിനും വാട്സപ്പ് അക്കൗണ്ടിനായി @ ചിഹ്നത്തിൽ ആരംഭിക്കുന്ന യൂസർ നെയിം നിലവിൽ ലഭ്യതയ്ക്കനുസരിച്ച് ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കാമെന്നതായിരുന്നു പുതിയ ഫീച്ചർ. വാട്സാപ്പ് സെറ്റിംഗ്സിൽ അക്കൗണ്ട് ഓപ്ഷനിൽ യൂസർ നെയിം ഓപ്ഷൻ തുറന്ന് ഇഷ്ടമുള്ള യൂസർ നെയിം തിരഞ്ഞെടുക്കാം. യൂസർ നെയിം എപ്പോൾ വേണമെങ്കിലും മാറ്റാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കും. യൂസർ നെയിം മറ്റുള്ളവർക്ക് നിങ്ങളെ വാട്സപ്പ് കോൾ ചെയ്യാനോ സന്ദേശങ്ങൾ അയക്കാനോ കഴിയും. നിലവിലുള്ള ഡിസ്പ്ലേ നെയിമിൽ വ്യത്യസ്തമായിരിക്കും യൂസർ നെയിം. ഫോൺ നമ്പർ സേവ് ചെയ്തിട്ടില്ലാത്തവർക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ കാണാനാകില്ല. സംവിധാനം നിലവിൽ വന്നാൽ ഫോൺ നമ്പർ നൽകുന്നതിന് പകരം ഈ യൂസർ നെയിം നൽകാം. നിലവിൽ ചാറ്റ് ചെയ്യുന്നവർക്കോ കോൺടാക്ട് ലിസ്റ്റിലുള്ളവർക്കോ നിങ്ങളുടെ ഫോൺ നമ്പർ തുടർന്നും കാണാം. ഫോൺ നമ്പർ സുരക്ഷിതമായിരിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. എന്നാൽ ഇത് സുരക്ഷാ ഭീഷണിക്ക് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ, ഫിഷിംഗ്, സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവ വർദ്ധിക്കാൻ ഈ ഫീച്ചർ കാരണമാകുമെന്ന് IT മന്ത്രാലയം വിലയിരുത്തുന്നു. എന്നാൽ പുതിയ ഫീച്ചർ നടപ്പിലാക്കുമ്പോൾ ഉപയോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കാനും ആൾമാറാട്ടം തടയാനും ശക്തമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് വാട്സപ്പ് വക്താവ് ഔദ്യോഗികമായി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഒരു വ്യക്തിക്ക് സന്ദേശം അയക്കാൻ മറ്റു ഉപഭോക്താക്കൾക്ക് ആ വ്യക്തിയുടെ കൃത്യമായ യൂസർ നെയിം അറിഞ്ഞിരിക്കണമെന്ന് വാട്സപ്പ് അറിയിച്ചു. ഒരു അക്കൗണ്ടിന് പുതുതായി എത്ര ആളുകളെ ബന്ധപ്പെടാം എന്നതിന് പരിധി നിശ്ചയിക്കും. ഒരാളുടെ യൂസർ നെയിം ഊഹിച്ചെടുക്കാനുള്ള ആവർത്തിച്ചുള്ള ശ്രമങ്ങളെ തടയുമെന്നും വ്യാജരേഖ ചമയ്ക്കലും ദുരുപയോഗങ്ങളും കണ്ടെത്തി നീക്കം ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടെന്നും വാട്സപ്പ് വ്യക്തമാക്കി.